ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറേ നാളായില്ലേ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നല്ലൊരു തുടക്കമാവാൻ തന്നെ വിചാരിച്ചു. ഇന്ന് ജൂൺ 3 നമ്മുടെ അംഗനവാടിയിലത്തെ പ്രവേശനോത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണ ടീച്ചർ ഞങ്ങളെ മറന്നില്ല, ഞങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രവേശനോത്സവത്തിന്. ഓൾമോസ്റ്റ് അംഗനവാടിയിലത്തെ എല്ലാ പരിപാടിക്കും ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ, ആമിക്കുട്ടീനെ നഴ്സറിയിൽ ഇരുത്താറായോ എന്ന്. ഇല്ലാട്ടോ ഗൈസ്, അവൾക്ക് 2 വയസ്സേ ആയിട്ടുള്ളൂ. അവളെ അടുത്ത കൊല്ലമാണ്. അവളെ എഴുത്തിന് ഇരുത്തിയിട്ടൊന്നുമില്ല. 2.5 വയസ്സ് കഴിഞ്ഞാലാണ് ആമിക്കുട്ടീനെ എഴുത്തിന് ഇരുത്തുക. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അംഗനവാടിയിൽ. അടുത്ത കൊല്ലം ജൂൺ ഈ സമയത്ത് അവളെ അംഗനവാടിയിൽ വിടും കേട്ടോ ഞങ്ങൾ. അംഗനവാടിയിൽ വന്നാൽ പിന്നെ ആമിക്കുട്ടിക്ക് ഭയങ്കര കളിയാണ് കേട്ടോ. എന്നെ വേണമെന്നൊന്നുമില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നല്ലോണം കളിച്ചോളും. കുറേ നേരം ബലൂണൊക്കെ പിടിച്ച് കളി തന്നെയായിരുന്നു കേട്ടോ. അവസാന സമയത്താണ് അവളുടെ മൈൻഡൊക്കെ മാറാൻ തുടങ്ങിയത്. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മുടെ ആമിക്കുട്ടിയുടെ തത്തമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രവേശനോത്സവത്തിൻ്റെ മറ്റേ തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് കുറേ നേരം ഉമ്മറത്ത് കുറേ കുട്ടികളുടെ കൂടെയൊക്കെ കളിച്ചിട്ടോ. വണ്ടി ഓടിച്ചിട്ടും കസാരയിൽ ഇരുന്നിട്ടൊക്കെ കുറേ നേരം കളിച്ചു. 10 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും ഈ നഴ്സറിയിൽ തന്നെ ആട്ടോ പഠിച്ചിട്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെ നല്ലതായിരുന്നു. ആ സമയത്ത് ഓടിട്ടിട്ടും എന്താ പറയുക, ഭയങ്കര നൊസ്റ്റു അടിക്കുന്ന ഒരു ടൈപ്പ് ബിൽഡിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം അതൊക്കെ പൊളിച്ചിട്ട് ഇപ്പോൾ 2-3 വർഷമായിട്ടുള്ളൂ ഈ ഒരു പുതിയ ബിൽഡിങ് പണിതിട്ടുള്ളത്. ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ ഒരു ഭാഗ്യമല്ലേ, അടിപൊളി കസേര, അടിപൊളി ബിൽഡിങ്, AC, TV, എന്തൊക്കെയാ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ആവശ്യത്തിനും കൂടുതലാണ് ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ. അപ്പോൾ ആമിക്കുട്ടിക്കും അതൊരു ഭാഗ്യം തന്നെയാണല്ലോ. നമ്മുടെ മക്കൾക്കൊക്കെ, ഇന്നത്തെ തലമുറയിലുള്ള മക്കൾക്കൊക്കെ ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. ഇതുപോലെ പ്രവേശനോത്സവത്തിനൊക്കെ പോകുമ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മ ഇതുപോലെ പ്രവേശനോത്സവത്തിന് കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കില്ല. എനിക്കതൊന്നും ഓർമ്മയില്ല കേട്ടോ. ചെറിയ ചില കാര്യങ്ങളൊക്കെ മാത്രമേ നമുക്ക് ഓർമ്മയിൽ നിൽക്കാറുള്ളൂ. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഈ പ്രായത്തിലുള്ളവർക്കൊക്കെ ഇതേപോലെ നൊസ്റ്റുമാണ് സത്യം പറഞ്ഞാൽ. നമ്മുടെ മക്കളേനെ നമ്മൾ പോയ പോലെ തന്നെ അവരേനൊക്കെ നഴ്സറിയിൽ കൊണ്ടാക്കുക, പഠിപ്പിക്കുക എന്നൊക്കെ പറയണത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അടുത്ത കൊല്ലം തൊട്ടിട്ട് ഞാനും ഇതുപോലെയൊക്കെ എൻ്റെ മോളെ നഴ്സറിയിൽ കൊണ്ടിരുത്തും, പഠിപ്പിക്കും ഒക്കെ ചെയ്യും. ആമിൻകുട്ടി ഇപ്പോൾ കുറേയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇനി അടുത്ത കൊല്ലം എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിച്ചാലൊന്നും അറിയത്തില്ല കേട്ടോ. അവളുടെ മൈൻഡ് സെറ്റ് മാറിക്കഴിഞ്ഞാൽ തീർന്ന്. അവളാണെങ്കിൽ ഏട്ടൻ്റെ ഒരു പ്രകൃതമാണ്, ഭയങ്കര വാശിക്കാരിയാണ്. പെട്ടെന്നൊന്നും പിടിച്ചവളെ കിട്ടത്തില്ല. വാശി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇനി നഴ്സറിയിൽ ഇരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതാ സമയമായപ്പോൾ നമ്മുടെ വാർഡ് മെമ്പർ എത്തിയിട്ടുണ്ട്, സന്ദീപേട്ട എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. 10 കുട്ടികളാണ് കേട്ടോ ഇക്കൊല്ലം നഴ്സറിയിൽ ഇരിക്കണത്. കുറേ കുട്ടികളെ സ്കൂളിലൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനദാനം, സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ചേരണമെങ്കിൽ അംഗനവാടിയിൽ പഠിച്ചിട്ടുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാ അംഗനവാടിയിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു നിയമം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയാം, അതിൻ്റെ കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് നമ്മുടെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിലെ പീരിയഡ് എന്ന് പറയണത്. ആ സമയത്ത് എന്താ പറയുക, കൺഫേം ആയിട്ട് മക്കളെ അംഗനവാടിയിൽ കൊണ്ടേ ഇരുത്തണം. ടീച്ചറുടെ വക ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന വയസ്സിൽ ഇരുത്തണം. കുറേ പേരൻസൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടായിട്ട് എന്ന് വെച്ചാൽ മക്കളെ അംഗനവാടിയിലൊക്കെ വിടാൻ ബുദ്ധിമുട്ടായിട്ട് 3.5 വയസ്സിലൊക്കെ എന്താ പറയുക പ്രീ പ്രൈമറി LKG UKGയിലൊക്കെ കൊണ്ടുയിരുത്തുന്ന കാലഘട്ടമൊക്കെയാണ്. പക്ഷെ ആ 3.5 വയസ്സ് 4 വയസ്സ് വരെയൊക്കെ കുട്ടികളെ പേന പിടിപ്പിച്ച് എഴുതിക്കണതൊക്കെ ഭയങ്കരമായിട്ട് കുറ്റകരമാണെന്നൊക്കെയാണ് ടീച്ചർ പറയുന്നത്. ഒരു 10:30 ആയപ്പോൾ നമ്മൾ പ്രവേശനോത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മെമ്പർ വന്നതിന് ശേഷം ഇതേപോലെ റാലി പോലെയൊക്കെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുട്ടികളെ തൊപ്പിയൊക്കെ ഇടിപ്പിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. രക്ഷിതാക്കളും കുട്ടികളൊക്കെ ആയിട്ട് നന്നായിട്ട് എല്ലാവരും സഹകരിച്ച് നിന്നായിരുന്നു കേട്ടോ. മക്കളൊക്കെ അതൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെ നിൽക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ വിട്ട് അപ്പുറത്തേക്ക് ഓടിപ്പോണ മക്കളൊക്കെയാണ് കേട്ടോ. അപ്പം ആമിക്കുട്ടി നിലത്ത് നിൽക്കണേ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ അവളെ ഒക്കത്ത് എടുത്തിട്ടാണ് കേട്ടോ നിൽക്കണ്ടായിരുന്നത്. അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ നമ്മുടെ നഴ്സറിയിൽ സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മിഠായി ഉണ്ടായിരുന്നു, ലഡു, റവ ലഡു ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ ഉണ്ടാക്കിയതാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ നഴ്സറിയിലത്തെ സ്പെഷ്യൽ പലഹാരമായിട്ടുള്ള നമ്മുടെ അമൃതം പൊടിയുടെ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. മണിക്കുട്ടിയൊക്കെ നഴ്സറി പോകുന്ന സമയത്ത് അവൾ കൊണ്ടുവരായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഞാൻ അമൃതം പൊടി ആമിക്ക് കിട്ടുന്ന സമയത്ത് ഞാനും ഇവിടെ വീട്ടിലുണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. ശർക്കര പാനിയൊക്കെ ഒഴിച്ച് നാളികേരം ഒക്കെ ചിരകിയിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ടീച്ചറുടെ വക കുറേ നേരം ക്ലാസ്സൊക്കെ ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ല, ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ കുട്ടികളെ നഴ്സറിയിൽ എന്തായാലും പഠിപ്പിച്ചിരിക്കണം.
പിന്നെ അവരേനെ 4 വയസ്സ് വരെ പേനയോ പെൻസിലൊന്നും പിടിപ്പിച്ചിട്ട് എഴുതിപ്പിക്കാനൊന്നും പാടില്ല. പഠിപ്പിച്ച് കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, പാട്ട് പാടി പഠിപ്പിച്ച് കൊടുക്കുക, അങ്ങനെ അല്ലാണ്ട് എഴുതിക്കുക കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ഭയങ്കരമായിട്ട് ശിക്ഷാർഹമാണെന്നൊക്കെയാണ് കേട്ടോ ടീച്ചർക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടും മേലുദ്യോഗസ്ഥർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ഞാൻ റവ ലഡു തിന്നാണ് കേട്ടോ ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അത്യാവശ്യം നഴ്സറി ഫുള്ള് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അത് സർട്ടിഫിക്കറ്റ് ദാനമായിരുന്നു. നമ്മുടെ അവൻ പറഞ്ഞില്ലേ പോണ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും ഗിഫ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ആമിക്കുട്ടി ഇങ്ങനെ ബലൂണും പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി മിഠായിയൊക്കെ തിന്നിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴാണ് അവളുടെ ക്ഷമയൊക്കെ നശിക്കാൻ തുടങ്ങിയത്. വീട്ടിൽ നിന്ന് അച്ചാച്ചനും അമ്മാമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തത്തമ്മായിക്ക് എന്താ പറയുക, പിറ്റേ ദിവസമായിരുന്നു സ്കൂൾ തുറക്കലുണ്ടായിരുന്നു. അവൾ UKGക്കായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളേനും കൂട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു, ആമിക്കുട്ടിക്ക് ഒരു കൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാ കുറേ നേരം എന്താണെന്നറിയില്ല, ആമിക്കുട്ടി നല്ല കുട്ടിയായിട്ട് ഇരുന്നു കേട്ടോ. കുറേ ലാസ്റ്റ് വരെയൊക്കെ അവൾ നല്ല കുട്ടിയായിട്ട് ഇരുന്നൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും അറിയില്ല. അതൊക്കെ നമുക്കിനി വഴിയെ വീഡിയോസിലൊക്കെ കാണാം, അടുത്ത കൊല്ലം കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രവേശനോത്സവത്തിനൊക്കെ പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ മക്കളൊക്കെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി കഴിഞ്ഞു, ഞങ്ങൾ എന്തായാലും വീട്ടിൽ പോട്ടെ കേട്ടോ. അപ്പോൾ ടാറ്റാ.